നമുക്ക് അടുത്തായിട്ട് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന കൊല്ലം മണ്ഡലത്തിലേക്കാണ് പോകാനുള്ളത്. കൊല്ലം മണ്ഡലം നമുക്കറിയാം, ഇതിനകം തന്നെയും ഈ പറയുന്ന പോലെ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് രാഷ്ട്രീയമായിട്ടാണ്, വ്യക്തിപരമായിട്ടാണ്. ആ തരത്തിലുള്ള പരാമർശങ്ങളെല്ലാമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളടക്കമുള്ളവ പ്രതിഫലിക്കുന്ന നല്ലൊരു പോരാട്ടം നടക്കുന്ന ഇടമാണ് കൊല്ലം. കൊല്ലത്ത് പ്രധാനമായും നമ്മൾ പരിശോധിക്കുന്നത്, കൊല്ലത്ത് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. കൊല്ലം സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു സമയമെടുത്ത് ചർച്ച ചെയ്യാവുന്ന നിരവധിയായുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിക്കുന്നത് ഈ വിധി നിർണ്ണയിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്നാമത്തേത് BJP വോട്ടാണ്, രണ്ടാമത്തേത് സ്ഥാനാർത്ഥി, എല്ലാ സ്ഥാനാർത്ഥികളും, ന്യൂനപക്ഷ വോട്ടുകൾ എന്നതാണ് മൂന്നാമത്തേത്. BJP വോട്ട് വർദ്ധിച്ചാൽ, BJP വോട്ട് അവർ പരമാവധി വോട്ട് സമാഹരിക്കുകയാണെങ്കിൽ സ്വാഭാവികമാണ് അവർക്ക് NDAക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. പക്ഷേ അതോടൊപ്പം LDFന് അതിൻ്റെ നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അതായത് BJP വോട്ട് വർദ്ധിക്കുന്നത്, ആ അർത്ഥത്തിലുള്ള ഗുണം BJP NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ KN ബാലഗോപാലിന് അനുകൂലമായ ഒരു സാഹചര്യത്തെ അതുണ്ടാക്കുകയും ചെയ്യും എന്നാണ് വിചാരിക്കേണ്ടത്. സ്ഥാനാർത്ഥി മികവ് എന്ന പോയിന്റിലേക്ക് വിശദമായിട്ട് പോയാൽ, ഈ രണ്ടുപേരും നമുക്ക് കാണാം. രണ്ടുപേരും ഒരേപോലെ കൊല്ലം മണ്ഡലത്തിന് പ്രിയങ്കരായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കാൻ കാരണങ്ങൾ കൂടുതൽ എല്ലാവർക്കുമുള്ള കാര്യങ്ങളാണ്. രണ്ടുപേർക്കും ഒരുപോലെയാണത്. ന്യൂനപക്ഷ വോട്ടുകൾ UDFനാണ് അനുകൂലമായിട്ട് വരിക. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കപ്പെടുന്നത്, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ NK പ്രേമേന്ദ്രൻ വ്യക്തിപരമായിട്ടും ചെയ്തിട്ടുണ്ട്, പാർലമെൻറ്റിലടക്കം രാഷ്ട്രീയമായിട്ട്. അതുകൊണ്ട് അത് UDFന് അനുകൂലമായിട്ടാണ് വരിക. ശ്രീ ജേക്കബ് ജോർജ്, കൊല്ലം സംബന്ധിച്ചൊരു പ്രവചനത്തിന് താങ്കൾ തയ്യാറാണോ? കൊല്ലത്ത് രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങൾ KN ബാലഗോപാലിനാണ് അനുകൂലം. കാരണം എല്ലാ സീറ്റും, ഒരുപക്ഷെ കണ്ണൂരിനേക്കാൾ ഉറച്ച കോട്ടയാണ് കൊല്ലം എന്ന് നമുക്ക് പറയാം. അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി നോക്കുകയാണെങ്കിൽ, പഞ്ചായത്തുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇടതു മുന്നണി വളരെ വളരെ മുമ്പിലാണ്. അവിടെ പ്രേമേന്ദ്രൻ്റെ പാർട്ടിയായ RSPക്ക് ഒരു അസംബ്ലി സീറ്റൊന്നുമില്ല. അതുപോട്ടെ പഞ്ചായത്തുകളിൽ എല്ലാം കൂടെ നോക്കിയാൽ ഒരു 8-9 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിടത്തുമില്ല. പക്ഷേ എങ്കിലും പ്രേമചന്ദ്രൻ അവിടെ വിജയിക്കുന്നു. കാരണം പ്രേമചന്ദ്രൻ്റെ ഒരു മിടുക്ക്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, സംസാരിക്കാനുള്ള കഴിവ്, ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്, ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ മികവുള്ള പ്രകടനം, ഒരു ചുണക്കുട്ടിയാണ്. വ്യക്തിപരമായിട്ട് UDFൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് കടന്ന് ജനങ്ങളിലേക്ക് എത്താനുള്ള, ജനങ്ങളുടെ വോട്ട് മേടിക്കാനുള്ള ഒരു വലിയ ശക്തിയാണ് പ്രേമചന്ദ്രൻ്റെ കൈമുതൽ. KN ബാലഗോപാൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹം വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു. കൊല്ലം ജില്ലയെ അദ്ദേഹം ഇടതുമുന്നണിയുടെ പോക്കറ്റിലാക്കി കൊടുത്തു. നായർ സപ്പോർട്ട്, അതാണ് ഇതുവരെയും പ്രേമചന്ദ്രൻ്റെ വിജയമായിരുന്നത്. KN ബാലഗോപാലിന് നോക്കുകയാണെങ്കിൽ NSSൻ്റെ പല ബന്ധങ്ങളും ബാലഗോപാലിനുമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് BJP അവിടെ ഒരു ഘടകമേ അല്ലാതാവുന്നു. BJP അങ്ങനെ വോട്ട് പിടിച്ച്, BJPക്ക് എങ്ങനെയാണെങ്കിലും ഒരു മിനിമം വോട്ട് കാണിക്കണം, അക്കൗണ്ടിൽ കുറേ കാണിക്കണമല്ലോ. ഇത്ര വലിയ കുട്ടി കുഴിച്ചിട്ട് ശബരിമലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. ഇത്രയും ശബരിമലയൊക്കെ കുട്ടി കുഴിച്ചിട്ട് കുറേ വോട്ടെങ്കിലും പിടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാലഗോപാലും പ്രേമനും തമ്മിലുള്ള മത്സരത്തിന് ഭയങ്കര ശക്തിയുണ്ട്. അത് മാത്രമേ നമുക്കിപ്പം പറയാൻ പറ്റൂ. വോട്ട് എണ്ണിക്കഴിഞ്ഞെങ്കിൽ, പെട്ടി പൊട്ടിച്ചെങ്കിൽ മാത്രമേ സ്ഥിതി അറിയാൻ പറ്റൂ. ഈ വ്യക്തിപരമായിട്ടുള്ള പോരാട്ടമാണെങ്കിൽ അത് ഈ കഴിഞ്ഞ തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിധി ഫലമുണ്ടാക്കിയത് എങ്ങനെയാണ്? വ്യക്തിപരമായിട്ട് KN ബാലഗോപാലിന് വളരെ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് കൊല്ലം ജില്ല തന്നെ. പിന്നെ നമ്മുടെ ബാലകൃഷ്ണപിള്ളയുടെ ഒരു തട്ടകമാണ് കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള ആ പ്രദേശം. അല്ല, കൊട്ടാരക്കര തീർച്ചയായിട്ടും ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരക്കാരനാണെങ്കിലും കൊല്ലം ജില്ലയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. അവിടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട്. തീർച്ചയായിട്ടും അതും ബാലഗോപാലിനെയാണ് സഹായിക്കുക. ഈ പാർട്ടിയുടെ സെറ്റപ്പ് ഉണ്ടല്ലോ, CPMൻ്റെ ഒരു സെറ്റപ്പ്, അതൊരു കേഡർ പാർട്ടിയാണ്. CPMനെ കൊല്ലം ജില്ലയിൽ വളരെ വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു പാർട്ടിയാക്കി വളർത്തിയെടുക്കുന്നതിൽ ബാലഗോപാലിന് വളരെയധികം പങ്കുണ്ട്. അദ്ദേഹം വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് അതിലേക്ക്. അതിൻ്റെ ഫലം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാലഗോപാലിന് ഒരു മേൽക്കൈ ഉണ്ടാവും. ഈ 2011 കാര്യമെടുത്താൽ ഈ പറയുന്ന ഷിബു ബേബി ജോണും NK പ്രേമേന്ദ്രനും മത്സരിക്കുന്നു. അവിടെ NK പ്രേമേന്ദ്രൻ ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള വോട്ട് അത്രക്ക് കൂടുതലുണ്ട് എന്ന നിലയായിരുന്നെങ്കിൽ അദ്ദേഹം, പക്ഷെ അങ്ങനെ ഉണ്ടാകേണ്ടുന്നൊരു വിധിയല്ലല്ലോ ഉണ്ടായത്. അല്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പ്രേമചന്ദ്രന് ഒരു നല്ല പിന്തുണയുണ്ട് അവിടെ. RSP ശുഷ്കിച്ചൊരു പാർട്ടിയല്ലേ. ആ ചവറ മുതൽ ചവറ വരെ കിടക്കുന്ന ഒരു പാർട്ടി എന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത് ആ പാർട്ടി എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന നിലയ്ക്ക് വളരെ ശുഷ്കിച്ചു പോയിരിക്കുന്നു.
ഈ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും ഒക്കെയാണ് ഇങ്ങനെ അതിനൊന്ന് പൊക്കിക്കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഈ രാഷ്ട്രീയമായിട്ട് പ്രേമചന്ദ്രന് പിന്തുണയൊന്നുമില്ല, രാഷ്ട്രീയ സമവാക്യങ്ങൾ അനുകൂലമായിട്ടൊന്നുമില്ല. പക്ഷേ കൂടുതലും അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം, വ്യക്തിപരമായിട്ടും കുറച്ചൊക്കെ സാമുദായികമായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ, മുസ്ലിം പിന്തുണ. പക്ഷേ മുസ്ലിം പിന്തുണയുടെ കാര്യം CPM പറയുന്നത് ഇതാ BJP-യിലേക്ക് പോകും, നരേന്ദ്രമോദിയെ കൊണ്ടുവന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുമുണ്ട്. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. രാജീവിയുടെ 58,671 വോട്ടുകൾ കഴിഞ്ഞ തവണ PM വേലായുധൻ BJP-ക്ക് വേണ്ടി സമാഹരിച്ചിട്ടുണ്ട്. പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം 37,649 ആയിരുന്നു. ഇത്തവണ BJP വോട്ടുകൾ തന്നെയും വാങ്ങുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയാണ് NK പ്രേമേന്ദ്രൻ എന്നാണ് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ വോട്ട് അങ്ങനെ അദ്ദേഹത്തിന് അനുകൂലമായി വരുമോ? നമ്മൾ പക്ഷേ BJP വോട്ട് പൂർണ്ണമായി സമാഹരിക്കുകയാണെങ്കിൽ പ്രേമേന്ദ്രനാണ് സാധ്യത പറയുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ K. സുധാകരൻ ഞാൻ BJP-യിലേക്ക് പോകുന്നില്ല എന്ന വീഡിയോ ചിത്രം പുറത്തിറക്കി. പ്രേമേന്ദ്രൻ പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ അതിന് ഒരുപക്ഷെ സുധാകരനേക്കാൾ കൂടുതൽ ഈ ആരോപണം നേരിടുന്ന സ്ഥാനാർത്ഥി പ്രേമേന്ദ്രനാണ്. വെറുതെ ആരോപണം ഉന്നയിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായി. ഒന്ന്, ബൈപ്പാസിന് ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു. ശബരിമല പ്രശ്നത്തിൽ എടുത്ത നിലപാട്. പിന്നെ യാദൃച്ഛികമാണെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം, BJP-യുടെ തീരുമാനമാണെന്ന് പറയാം. കൊല്ലം പോലൊരു മണ്ഡലത്തിൽ പട്ടികജാതി മോർച്ചയുടെ കഴിഞ്ഞ തവണ ഇത്തവണ ന്യൂനപക്ഷ മോർച്ച. ഇത് എങ്ങനെയാണ് കൊല്ലം പോലൊരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഈ ശബരിമല വിഷയം കൂടെ ഉള്ള കാലത്ത് തെക്കൻ കേരളത്തിൽ കൊല്ലം പോലൊരു മണ്ഡലത്തിൽ ഇങ്ങനെ ദുർബലമായ BJP സ്ഥാനാർത്ഥികൾ കൊല്ലത്ത് നിരന്തരമായി വരുന്നത് എങ്ങനെയാണ്? അതും പ്രേമേന്ദ്രനെതിരെ നിരന്തരമായി വരുന്നത്. സുരേഷ് ഗോപിയുടെ അടക്കം പേരുകൾ പരിഗണിച്ചിരുന്നു അവിടെ. അതിനുശേഷമാണ് KJ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേര് പരിഗണിച്ചിരുന്നു. ഈ ശബരിമല വിഷയം വിലപ്പോകാവുന്ന സ്ഥലം കൂടിയാണല്ലോ. തീർച്ചയായും പ്രേമേന്ദ്രൻ ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. ഈ തെക്കോട്ട് വരുമ്പോൾ ഇതിന് അടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളുടെ സ്വാധീനം എന്തായാലും ഉണ്ടാവുമല്ലോ. അതെ. ഇവിടെ ഇനി ഒരു കാര്യം, ഇത്തവണ ഇപ്പം പ്രേമേന്ദ്രന് അനുകൂലമായിട്ട് ഫലം വരുമായിരിക്കും. പക്ഷേ അങ്ങനെ ഫലം വന്നു കഴിഞ്ഞാൽ CPM-ന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയ പരാജയമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ. കാരണം രാഷ്ട്രീയമായിട്ട് എല്ലാ തരത്തിലും മെച്ചം. ജില്ലയിൽ തൂത്തുവാരി, സീറ്റുകൾ തൂത്തുവാരി. ഇപ്പോൾ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ആ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 1,00,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം നിയമസഭയിൽ നേടിയിട്ടുണ്ട്. ഇതെല്ലാം അപ്പുറം എന്തുകൊണ്ട് MABയേക്കാളും നല്ല മികച്ച സ്ഥാനാർത്ഥി ഇതെല്ലാം ഉണ്ടായിട്ടും CPM-ന് വിജയിക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മളിപ്പോൾ BJP-കാരനാകുമെന്ന ആക്ഷേപം പറയുന്നു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ട് കൂടി അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണല്ലോ വരിക. ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം എന്ന കാര്യം വരില്ലേ? അതൊക്കെയാണ് പ്രേമേന്ദ്രന് അനുകൂലമായി വരുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം നോക്കുമ്പോൾ എന്താണ് പ്രശ്നം? രാജ്യം അടുത്ത തവണ ആര് ഭരിക്കണം എന്നുള്ള പ്രശ്നം. അപ്പോൾ രാഹുൽ ഗാന്ധി ഭരിക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദി ഭരിക്കരുത് എന്നുള്ള വികാരത്തിലാണ് ഈ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമാകും കേരളത്തിൽ എന്ന് നമ്മൾ കണക്കുകൂട്ടുന്നൊരു പ്രശ്നം. ആ ഒരു പ്രശ്നം കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നം, നമുക്കിവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള പ്രശ്നം. അതാണ് കേരളത്തിൽ CPM-ഉം ഇടതുപക്ഷവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പ്രശ്നത്തിൽ ഏത് പ്രശ്നത്തിന് CPM ഊന്നൽ കൊടുത്ത് പ്രചരണം നടത്തുന്നോ അത് ന്യൂനപക്ഷങ്ങൾ ഇതിൽ ഏത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ന്യൂനപക്ഷ വോട്ടുകളെ എങ്ങോട്ട് മാറ്റും എന്നുള്ള പ്രശ്നം. അത് കൊല്ലത്ത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ NJ നായർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വേദിയിൽ ഏറ്റവും ഒടുവിലുണ്ടാകുന്ന സംഭവങ്ങൾ പോലും വിധിയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇവിടെ ഇപ്പോൾ ഇന്നലെ മുതൽ വന്നു തുടങ്ങിയൊരു വാർത്ത, DYFI-ക്കാർ ആശുപത്രിയിൽ നടത്തുന്ന ഈ പൊതിച്ചോറ് വിതരണത്തെ തടസ്സപ്പെടുത്തിയ NK പ്രേമേന്ദ്രൻ. അത് NK പ്രേമേന്ദ്രൻ വ്യക്തിപരമായിട്ട് തടസ്സപ്പെടുത്തിയതാണ് എന്ന നിലയ്ക്കുള്ള പ്രചരണം വന്നു കഴിഞ്ഞു. അത് ബാധിക്കുമോ അദ്ദേഹത്തെ? നിർബന്ധമായും ബാധിക്കും. കാരണം വെച്ചാൽ ഇത് എത്രയോ വർഷങ്ങളായി അവിടെ നടക്കുന്നൊരു കാര്യമാണ്. ഇത് രാഷ്ട്രീയവൽക്കരിക്കണമായിരുന്നോ എന്നൊരു തീരുമാനമെടുക്കണമായിരുന്നു ഒന്ന്. രണ്ടാമത് ഇടയ്ക്ക് ഇറക്കിയ ഒരു അഭ്യർത്ഥന അത് അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്നു. അത് മാറ്റേണ്ടി വന്ന കാര്യം എന്താണ്? UDF-നുള്ളിൽ തന്നെ വിമർശനം വന്നു, ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ദൈനംദിന കാര്യങ്ങൾ, തിരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾ പോലും തടസ്സമില്ലാതെ നടക്കുന്നൊരു സ്ഥലത്ത് ഈ ഒരു ചെറിയ വിഷയമല്ല, അവിടെ ഒരുപാട് പേരെ ബെനിഫിറ്റ് ചെയ്യുന്നൊരു കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഇത്ര കർശനമായിട്ട് നിലപാടെടുക്കണമായിരുന്നോ? ഒരിക്കലും പാടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുക്കുകയും അത് മുടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു. പിന്നെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ഒന്നും ഫേവറബിൾ അല്ല, പിന്നെ പൊളിറ്റിക്കൽ ബേസ് പോലും ശക്തമല്ല. എങ്കിലും ജയിക്കുന്ന ഈ ഒരു 1-2 ഫാക്ടേഴ്സിലാണ്. പക്ഷേ അതിനെയെല്ലാം പിന്നെ ഡിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അധികവും നടക്കുന്നത്. അതിൽ അങ്ങ് ഈ അവസാനം പറഞ്ഞ കാര്യം,
ഈ പൊതിച്ചോറ് വിതരണം വരെ തടസ്സപ്പെടുത്തുക തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേര് പറഞ്ഞ്. എത്ര പേരിലേക്കാണ് ഇത് എത്തുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. 2, ഈ പറഞ്ഞ പോലെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഈ മാറ്റേണ്ടി വരുന്നു. പിന്നെ അതെന്തുകൊണ്ട് മാറ്റേണ്ടി വരുന്നു? ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ അതിലുണ്ട് എന്ന് UDF-നുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റുന്നത്. പിന്നെ നിങ്ങൾ അങ്ങ് നോക്കിയാൽ അറിയാം, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി RSPയിൽ നിന്ന് ധാരാളം പേര്, ധാരാളമില്ല ഉള്ളവരിൽ തന്നെ കുറച്ച് പേരെങ്കിലും മാറി മറ്റ് പാർട്ടികളിലേക്ക് വരുന്നുണ്ട്. എന്താ കാര്യം പറയുന്നത്? RSPയുടെ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? ശ്രീ പ്രേമചന്ദ്രന് ഉണ്ടെന്ന് പറയപ്പെടുന്ന BJP ബന്ധം ശക്തമായി ഉന്നയിക്കാൻ മറുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണിത്. തീർച്ചയായും ഞാൻ ഒരു നിമിഷം തിരിച്ചു വരാം ശ്രീ NJ നായർ താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുക. ഇവിടെ ഈ പ്രേമേന്ദ്രന് എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ വരുന്നു എന്ന് പറയുമ്പോഴും അതിപ്പോൾ ഈ DYFIയുടെ പൊതിച്ചോറ് വിതരണം വരെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിട്ടും അത്ര തന്നെ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ BJPക്ക് വോട്ട് ചെയ്യാനിരിക്കുന്ന വോട്ടർമാർക്ക്, ഈ BJP വോട്ട് എന്ന നിലക്ക് BJPക്കാരുടേതല്ല, അവരുടെ വീടുകളിലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഈ ശബരിമല വിഷയം പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുക എന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. പിന്നെ ന്യൂനപക്ഷ വോട്ട് എന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിലൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടിടത്ത് അത് നല്ല ബൗദ്ധികമായിട്ട് തന്നെ സ്വീകരിച്ച ആളാണ് അദ്ദേഹം എന്നത് കാണാതിരിക്കുമോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് താങ്കൾ ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള ഒരു സവിശേഷത. വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ പിണറായി വിജയൻ പരനാറി എന്ന് വീണ്ടും വിളിച്ചു എന്ന ആക്ഷേപം കൂടി അവിടെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ എഴുതിത്തള്ളാനാവുന്ന നിലയൊന്നുമല്ല എന്ന് തന്നെ പറയണ്ടേ നമ്മൾ? അല്ല, എഴുതിത്തള്ളുന്നില്ല. അത് കൊല്ലത്ത് കനത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് സനീഷ്. അതാണ് ഞാൻ കാണുന്നത്. കനത്ത രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ BJP ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രചാരണത്തിൻ്റെ ഒരു കലയാണല്ലോ. നിങ്ങളെ എങ്ങനെ ഏറ്റവും നല്ല പ്രചാരണം നടത്തുന്ന സ്ഥാനാർത്ഥിയാവും ജയിക്കുക. അത് മോഡിയെങ്കിൽ മോഡി, രാഹുൽ ഗാന്ധിയെങ്കിൽ രാഹുൽ ഗാന്ധി, ബാലഗോപാൽ എങ്കിൽ ബാലഗോപാൽ, പ്രേമനെങ്കിൽ പ്രേമൻ. അതാണ് ഇവിടെ പ്രേമിനെതിരെ വളരെ വളരെ കോൺക്രീറ്റ് ആയിട്ടാണ് ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് BJP ബന്ധമുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരു MP, ചെറിയൊരു പാർട്ടി, വളരെ എളുപ്പമാണ്. ഒരു ലോജിക്കുണ്ട് അതിനകത്ത്. തന്നെയല്ല, ഇതുവരെ നടന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മോഡിയെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന കാര്യം വരെ, അങ്ങനെ മോഡിയുമായിട്ടും BJPയുമായിട്ടുള്ള ബന്ധം, അതിലും ശക്തമായ ഒരു തെളിവാണ് ഈ വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്തിയിരിക്കുന്നു. ഇത് ഇന്ന് മാത്രം നടന്നല്ല, മുമ്പ് നടന്നത് ഇത് തന്നെയാണ്. അപ്പോൾ BJPയും പ്രേമിനും തമ്മിൽ എന്ത് എന്നൊരു ചോദ്യത്തിനാണ് CPM ഊന്നൽ കൊടുക്കുന്നത്. അത് കുറച്ചൊക്കെ ഫലിക്കുന്നുണ്ട്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഇത്തരം സന്ദേശങ്ങൾ വളരെ വേഗം പടരും. കാരണം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു മൈനോറിറ്റി സമുദായത്തിൻ്റെ, ന്യൂനപക്ഷ സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് വികാരപരമായിട്ട് തന്നെ അവർ ആ വിഷയത്തെ കണ്ടാൽ തീർച്ചയായിട്ടും അത് ബാലഗോപാലിന് അനുകൂലമായിട്ട് തിരിയും. തീർച്ചയായും ഞാൻ ഇനി അങ്ങോട്ട് ഈ വിഷയത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് മാറാം.